Okay, good morning all. Okay, നമ്മുടെ last class we have derived transformation equation for electric field and magnetic field in relativistic case. അല്ലേ? നമ്മൾ രണ്ട് ഫ്രെയിം എടുത്തിട്ട് ഓർമ്മയുണ്ടല്ലോ എസും എസ് ഡാഷ് ഫ്രെയിം കൺസിഡർ ചെയ്തിട്ട് വൺ ഓഫ് ദ ഫ്രെയിം ടു ഇനീഷ്യൽ ഫ്രെയിം വൺ ഓഫ് ദ ഫ്രെയിം ഇസ് മൂവിങ് വിത്ത് വെലോസിറ്റി v in x direction. എന്നിട്ട് നമ്മൾ അവിടെ എന്താണ് ഒരു ഫ്രെയിമിൽ നിന്ന് വേറൊരു ഫ്രെയിമിലേക്ക് മാറുമ്പോൾ എങ്ങനെ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ട്രാൻസ്ഫോം ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ മുമ്പേ നമ്മളൊരു ഫോർ വെക്ടർ ട്രാൻസ്ഫോർമേഷൻ ഫോർ വെക്ടേഴ്സ് ഇപ്പം പൊസിഷൻ വെക്ടേഴ്സ് ഫോർ വെക്ടർ നമ്മൾ 4 ഡയമെൻഷനിലുള്ള വെക്ടർ നമ്മൾ കൺസിഡർ ചെയ്തിരുന്നു എക്സ് മ്യൂ, അതേപോലെ എനർജി മൊമെൻറ്റം വെക്റ്റർ അല്ലെ പി മ്യൂ, പിന്നെ അതുപോലെ പ്രോപ്പർ വെലോസിറ്റി. അപ്പോൾ ഇതൊക്കെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുന്ന കണ്ടിരുന്നു ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് യൂസ് ചെയ്തുകൊണ്ടുള്ള ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ ഈ ഒരു ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ട്രാൻസ്ഫോർമേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടിയല്ലോ ഈ ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ ഇത് എന്ത് ടൈപ്പ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഫോർ വെക്ടർ ട്രാൻസ്ഫോം ചെയ്യുന്നത് പോലെയുള്ള ട്രാൻസ്ഫോർമേഷൻ ആണോ? അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാം അങ്ങനെയുള്ള ട്രാൻസ്ഫോർമേഷൻ അല്ല. ലോറൻസ് മെട്രിക്സ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ഗാമ മൈനസ് ഗാമ ബീറ്റ 0 പിന്നെ എന്താണ് മൈനസ് ഗാമ ബീറ്റ ഗാമ 0 അങ്ങനെ 0 ലാസ്റ്റ് കോളത് 1 ഉള്ളത് ഞാൻ പറയുന്നില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു മെട്രിക്സ് ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് യൂസ് ചെയ്തുകൊണ്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിൽ നമുക്ക് കിട്ടുക ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ട്രാൻസ്ഫോർമേഷൻ ആ ഒരു നിങ്ങൾക്കറിയാം അതല്ല എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ സോ ഈ ഒരു ക്വാണ്ടിറ്റീസ് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും അപ്പോൾ ഏത് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ആണ് ഒബേ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ 6 കമ്പോണൻസ് ഇ എക്സ് ഇ വൈ ഇ സെഡ് ആൻഡ് ബി എക്സ് ബി വൈ ബി സെഡ് എന്നുള്ള കമ്പോണൻസ് എല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ട് എന്ത് ടൈപ്പ് ഓഫ് എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ് എന്നുള്ളതാണ്. കാരണം അത് ട്രാൻസ്ഫോം ചെയ്യുന്ന പ്രത്യേക രീതിയിലാണ് ട്രാൻസ്ഫോം ചെയ്യുന്നത്. അപ്പം നമുക്ക് നോക്കാം ഇത് എന്ത് ടൈപ്പ് ഓഫ് ഫീൽഡാണ് എന്നുള്ളത്. അപ്പം ഇത് നെക്സ്റ്റ് നമുക്കതാണ് നമ്മൾ അവിടെ വെച്ചാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ സ്റ്റോപ്പ് ചെയ്തത്. അപ്പം നമ്മൾ ആ ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്യാണ് ഇവിടെ. ഓക്കെ, ഞാനത് ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. ഫീൽഡ് ടെൻസർ ഇതൊരു ഫീൽഡ് ടെൻസറാണ്, ആൻറ്റി സിമെട്രിക് എന്താ പറയുക സെക്കൻഡ് റാങ്ക് ടെൻസർ ആണ് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കത് എന്താണ് എന്നുള്ളത് നോക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ ആണ് പറഞ്ഞത്. ഈ നമ്മൾ ഓൾറെഡി പറഞ്ഞ ഇ ആൻഡ് ബി സർട്ടൻലി ഡു നോട്ട് ട്രാൻസ്ഫോം ലൈക്ക് എ സ്പേഷ്യൽ പാർട്സ് ഓഫ് ദി 2 4 വെക്ടേഴ്സ് അല്ലേ. നമ്മൾ 4 വെക്ടർ ട്രാൻസ്ഫോർമേഷൻ ഓൾറെഡി പഠിച്ചതാണ്. അപ്പോൾ അതുപോലെ ട്രാൻസ്ഫോം ചെയ്യുന്ന ഒന്നല്ല. ദ കമ്പോണൻസ് ഓഫ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ആർ സ്റ്റേർഡ് ടുഗദർ. ഞങ്ങൾ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ കണ്ടല്ലോ, ഇ എക്സ് ബാർ ഇ വൈ ബാർ എന്നൊക്കെ പറയുന്നത്. അതിൽ ഈ എക്സില് ഈ വൈയിലും ഈ എന്താണ് ഈ സെഡിലൊക്കെ എന്തിൻ്റെ കമ്പണൻറ്റ് കൂടെ ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കമ്പണൻറ്റ് കൂടെ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും എന്താണ് സ്റ്റേർഡാണ് എന്ന് വെച്ചാൽ കൂട്ടി പിണഞ്ഞു കിടക്കുക എന്നുള്ളത് എന്ന് വെച്ചാൽ ഒരുമിച്ച് എന്താ പറയുക ഒരുമിച്ച് കൂടിച്ചേർന്നിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. നമ്മൾ സാധാരണ നമ്മൾ റിലേറ്റിവിസ്റ്റിക് കേസ് അല്ലെങ്കിൽ നമ്മൾ ഇ എക്സ് ഇ വൈ ഇ സെഡ് ബി എക്സ് ബി വൈ ബി സെഡ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് കമ്പോണൻസ് ആണ്, 2 വെക്ടേഴ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും വെക്ടേഴ്സിൻ്റെ ഡിഫറെൻറ്റ് കമ്പോണൻസ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും അവിടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ക്വാണ്ടിറ്റീസ് എന്ന് വെച്ചാൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ കമ്പോണൻസ് ആണ് ഇ എക്സ് ഇ വൈ ഇ സെഡ്, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കമ്പോണൻസ് ആണ് ബി എക്സ് ബി വൈ ബി സെഡ് എന്നുള്ള രീതിയിൽ. പക്ഷേ നമ്മൾ ഇവിടെയുള്ള ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ അത് ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡിനെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ട്രാൻസ്ഫോർമേഷനിൽ ഇലക്ട്രിക് ഫീൽഡും എന്ത് ചെയ്യുന്നുണ്ട് വരുന്നു. അതായത് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ആർ സ്റ്റേർഡ് ടുഗദർ വെൻ യു ഗോ ഫ്രം വൺ ഇനീഷ്യൽ സിസ്റ്റം ടു അനദർ. സോ നമുക്കൊരു വാട്ട് സോർട്ട് ഓഫ് എൻ ഓബ്ജക്റ്റ് ഈസ് ദിസ് നമുക്കറിയാം, വിച്ച് ഹാസ് 6 കമ്പോണൻസ് ആൻഡ് ട്രാൻസ്ഫോംസ് അക്കോർഡിംഗ് ടു ദാറ്റ് ട്രാൻസ്ഫോർമേഷൻ. നമ്മളെടുത്ത ആ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. സോ അതിൻ്റെ ആൻസർ ആണ് ഇറ്റ് ഈസ് എൻ ആൻറ്റി സിമെട്രിക് സെക്കൻഡ് റാങ്ക് ടെൻസർ. ഓക്കെ, നമുക്ക് നോക്കാം ആൻറ്റി സിമെട്രിക് സെക്കൻഡ് റാങ്ക് ടെൻസർ എന്താണ്, അതിൻ്റെ ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. റിമെമ്പർ ദാറ്റ് എ 4 വെക്ടർ ട്രാൻസ്ഫോംസ് ബൈ ദ റൂൾ. നമുക്ക് അത് ഓൾറെഡി അറിയാം.
ഈ എ ബാർ മ്യൂ എന്ന് പറയുന്ന ഒരു ഫോർ വെക്ടർ ആണെങ്കിൽ ഇൻ ഫോർ ഡയമെൻഷണൽ സ്പേസിൽ ദ ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് ലാംഡ മ്യൂ ന്യൂ എ ന്യൂ എന്ന് പറയുന്ന ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് ഒക്കെ ഓർമ്മയുണ്ടല്ലോ. ലാംഡ എന്ന് പറയുന്ന ലോറൻസ് മെട്രിക്സ് നിങ്ങൾക്കറിയാം, ഗാമ മൈനസ് ഗാമ ബീറ്റ എന്നൊക്കെ പറഞ്ഞിട്ട് അതാണ് ആ ഫോർ വെക്ടർ ട്രാൻസ്ഫോർമേഷൻ. പക്ഷെ ആൻഡ് ലാംഡ മ്യൂ is the entry in rho n അതൊക്കെ നിങ്ങൾക്കറിയാം. A second rank tensor is an object. നമ്മൾ ആദ്യം സെക്കൻഡ് റാങ്ക് ടെൻസർ എന്താണ്, ആന്റി സിമെട്രിക് ടെൻസർ എന്താണ്, സിമെട്രിക് ടെൻസർ എന്താണെന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഈ ഫീൽഡിന്റെ ട്രാൻസ്ഫോർമേഷനുമായിട്ട് അത് കമ്പയർ ചെയ്യും. ഓക്കെ, A second rank tensor is an object with two indices. സെക്കൻഡ് റാങ്ക് ടെൻസർ എന്ന് പറയുമ്പോൾ തന്നെ രണ്ട് ഇൻഡെക്സ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ടി ബാർ മ്യൂ ആണ്, which transforms with two factors of lambda, one for each index. അപ്പോൾ നമ്മൾ ടി ബാർ മ്യൂന്യൂല് രണ്ട് ഇൻഡെക്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുമ്പം ആ ന്യൂന് കറസ്പോണ്ടിങ് എന്ത് വേണം, ട്രാൻസ്ഫോർമേഷൻ വേണം. അപ്പോൾ നമുക്ക് രണ്ട് ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് യൂസ് ചെയ്തിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നത്. നിങ്ങൾ ടെൻസർ ഓൾറെഡി കഴിഞ്ഞതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കും. ഇത് നോക്കുക, ട്രാൻസ്ഫോർമേഷൻ റൂൾ ഇങ്ങനെയാണ് ഏതിന്, സെക്കൻഡ് റാങ്ക് ടെൻസറിന്. ഓക്കെ, ഇൻ ഫോർ ഡയമെൻഷൻ. അതിന് എന്ത് നോക്കാം, അത് ട്രാൻസ്ഫോം ചെയ്യുന്നത് ലാംഡ മ്യൂ ലാംഡ ന്യൂ സിഗ്മ. നമ്മളുടെ ഓൾഡ് എന്താണ് ഫ്രെയിമിലുള്ള ടി എന്ന് പറയുന്ന കമ്പോണൻറ്റ് ടി ലാംഡ സിഗ്മ ആണ്. ഈ ലാംഡ സിഗ്മ എന്താണ്, ഇത് സമ്മിങ് ഓവർ ആണ്. സമ്മിങ് ഓവർ ചെയ്യുന്ന ഇൻഡെക്സ് ആണ്. ഓക്കെ, ലാംഡ നോക്കുക, സിഗ്മ എഴുതി നോക്കുക. ഇത് ലാംഡ സിഗ്മ ആണ് എന്ത് ചെയ്യുന്നത്, സം ചെയ്യുന്നത്. നമ്മളുടെ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് മ്യൂ കമ്പോണൻ്റ് ആണ്. സിമെട്രിക് ടെൻസറിലെ മ്യൂന് എന്ന് പറയുന്നത് റോയും കോളത്തിനെയും റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിലുള്ള ന്യൂ എലിമെൻ്റ് ആണെങ്കിൽ അതിൻ്റെ ട്രാൻസ്ഫോം ചെയ്യുന്ന റൂൾ എന്ന് പറയുന്നത് ഈ ഒരു എന്താണ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ്, ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് യൂസ് ചെയ്തുകൊണ്ടാണ് ട്രാൻസ്ഫോം ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാം, സെക്കൻഡ് റാങ്ക് ടെൻസർ എന്ന് പറയാം. എ ടെൻസർ ഇൻ ഫോർ ഡയമെൻഷനിലാണെങ്കിൽ സെക്കൻഡ് റാങ്ക് ആണെങ്കിൽ എന്താണ് 4:2 എന്ത് കമ്പോണൻസ് വേണം അല്ലേ, സെക്കൻഡ് റാങ്ക് ടെൻസർ ആണെങ്കിൽ. വിച്ച് വി ക്യാൻ ഡിസ്പ്ലേ ഇൻ 4/4 ഒന്നുമില്ല, ടി മ്യൂനിന് കമ്പോണൻസ് എഴുതിയതാണ്. 16 കമ്പോണൻസ് ഉണ്ടാവും സെക്കൻഡ് റാങ്ക് ടെൻസർ ആണെങ്കിൽ. 16 കമ്പോണൻസ്, പക്ഷെ എല്ലാ സെക്കൻഡ് റാങ്ക് ടെൻസറിലും ഈ 16 കമ്പോണൻസ് ഡിഫറെൻ്റ് ആവണമെന്നില്ല. ഓക്കെ, പക്ഷെ 16 കമ്പോണൻസ് ഉണ്ടാവും, പക്ഷെ അതിന് എല്ലാം ഡിഫറെൻ്റ് ആവണം, ഇൻഡിസ്റ്റിങ്വിഷബിൾ ആയിട്ടുള്ള അല്ലേ, അങ്ങനെയുള്ള കമ്പോണൻസ് ആവണമെന്നില്ല. കുറേ അതിൽ തന്നെ സിമെട്രിക് ടെൻസർ ഉണ്ട്, ആൻറ്റി സിമെട്രിക് ടെൻസർ ഉണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ സിമെട്രിക് ടെൻസർ ആണെങ്കിൽ നമ്മളുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് ടി മ്യൂന്യൂസിക്കൽ ടു ടി ന്യൂ ആയിരിക്കണം. അതായത് T01 T10 സെയിം ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സിമെട്രിക് ടെൻസറിന്റെ പ്രത്യേകത എന്താ, T01 T10 അല്ലെ T02 T20. ന്യൂ ഇൻഡെക്സ് പരസ്പരം മാറ്റിയാലും അതെന്തായിരിക്കും, സെയിം എലിമെന്റ് ആയിരിക്കും. ദാറ്റ് ഈസ് കോൾഡ് സിമെട്രിക് ടെൻസർ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ടെൻസർ ആണെങ്കിൽ നമുക്കറിയാം അവിടെ എന്താണ്, ഇൻ ദിസ് കേസ് ദർ ആർ 10 ഡിസ്റ്റിങ്ക്ട് കമ്പോണൻസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ നോക്കാം, T00ക്ക് കൗണ്ടർ എന്ന് വെച്ചാൽ T00 തിരിച്ചിട്ടാലും T00 തന്നെയാണ്. അപ്പോൾ അതൊരു എലിമെന്റ് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള T11 T22 T33 ഇത് 4 എണ്ണം ഡയഗണൽ എലിമെന്റ്സ് എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. അത് 4 പ്ലസ് എത്ര ഉണ്ടാവും, T01 ഉണ്ട്, പക്ഷെ T10 അത് സെയിം ആണ്. അപ്പം ഇൻ ദിസ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏതാണ്ട് T01, T02 ഉണ്ട്, പക്ഷെ T20 എന്താണ് സെയിം ആണ്. അപ്പം ഈ 4 എലിമെന്റ്സ് പ്ലസ് എന്താണ് 1 2 3 അല്ലെ 4 5 പിന്നെ ഏതാ വരിക 6. അപ്പോൾ 6 എലിമെന്റ്, ബട്ട് അതേ 6 എലിമെന്റ് തന്നെയാണ് ഈ പാർട്ടിലും വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ 6 പ്ലസ് 4 അങ്ങനെ 10 ഡിസ്റ്റിങ്ക്ട് നമ്പർ ഓഫ് എലിമെന്റ്സ് ഉണ്ടാവും സിമെട്രിക് ടെൻസർ ആണെങ്കിൽ. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് 10 distinct components. 6 of the 16 are repeats. Okay, T01 തന്നെയാണ് T10, T03 തന്നെയാണ് T30, T12 തന്നെയാണ് T21 അങ്ങനെ. Similarly, an anti-symmetric tensor ആണെങ്കിലോ അതിന്റെ പ്രത്യേകത എന്താ, T mu nu is equal to minus T mu nu ആണ്. ഓക്കെ, ആന്റി-സിമെട്രിക് ആണെങ്കിൽ. അതായത് T01 ഒരു ഇതാണെങ്കിൽ എലിമെന്റ് ആണെങ്കിൽ
അതിന്റെ മൈനസ് നെഗറ്റീവ് ആയിരിക്കും എന്ത് T10 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സച്ച് ആൻ ഒബ്ജക്ട് ഹാസ് ജസ്റ്റ് 6 ഡിസ്റ്റിങ്ക്ട് എലിമെന്റ്സ്. കാരണം എന്താ, T00യുടെ എന്താണ് T00യുടെ ഇൻഡെക്സ് മാറ്റി കഴിഞ്ഞാൽ T00 ആണ്. അത് മൈനസ് ആവണമെന്നാണ് ആന്റി സിമെട്രിക്. അപ്പൊ നിങ്ങൾക്കറിയാം എന്താണ് T00 is equal to minus T00 എന്ന് പറയുന്നത് എന്തായിരിക്കും, എപ്പോഴും 00 ആയിരിക്കും. അപ്പൊ ഡയഗണൽ എലിമെന്റ്സ് എപ്പോഴും എന്താണ് ആന്റിസിമെട്രിക് റിംഗ്സിന്റെ എന്തായിരിക്കും, 0 ആയിരിക്കും. ഇല്ലെങ്കിൽ ഇപ്പൊ 3 ആണെങ്കിൽ 3 is equal to നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, -3 എന്ന് എഴുതാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ 0 എന്ന് പറയുന്നതായിരിക്കും അതിന്റെ ഡയഗണൽ എലിമെന്റ്സ്. അപ്പൊ അവിടെ എലിമെന്റ്സ് ഒന്നുമില്ല. പിന്നെയുള്ളത് എന്താണ്, ഈ ഡിസ്റ്റിങ്ക്ട് എലിമെന്റ്സ് അല്ലെങ്കിൽ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള എലിമെന്റ്സ് പറയുന്നത് T01, T02, T03, T12, T13, T23 ആയിരിക്കും. മറ്റേത് എന്താണ്, അതിന്റെ നെഗറ്റീവ് ആണ്. അപ്പൊ ഒന്നറിയെങ്കിലും മറ്റേത് അറിയാം. ഓക്കെ, ഡിപ്പെൻഡന്റ് ആണ്, മറ്റേതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ കേസിൽ 6 എണ്ണം മാത്രമേ എന്തുണ്ടാവുള്ളൂ, ഡിസ്റ്റിങ്ക്ട് കമ്പോണൻസ് ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇതാണ് അതിനെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത് ആന്റി സിമെട്രിക് ടെൻസർ. ഓക്കെ, 00, T01, T02, 000 ഇതെന്താണ്, എല്ലാം ഡയഗണൽ എലിമെന്റ്സ് 0 ആണ്. ഓർക്കുക, ഇത് 4 ഡയമെൻഷണൽ സ്പേസ് ആണ്. അപ്പം നമുക്കറിയാം സെക്കൻഡ് റാങ്ക് ആണെങ്കിൽ 4/2, തേർഡ് റാങ്ക് ആണെങ്കിൽ 4/3 കമ്പോണൻസ് അങ്ങനെയാണ്. ഇപ്പൊ 3 ഡയമെൻഷൻ ആണെങ്കിൽ 3/2 ആയിരിക്കും. ഓക്കെ, റാങ്ക് പറയുന്നത്. Okay, let us see how transformation rule of equation. നമ്മൾ നേരത്തെ ട്രാൻസ്ഫോർമേഷൻ റൂൾ പറഞ്ഞിട്ടുണ്ട്. ലാംഡ മ്യൂ ടി ബാർ മ്യൂ ന്യൂ ആണെങ്കിൽ ലാംഡ ബാർ മ്യൂ ലാംഡ അല്ലെ, പിന്നെ അടുത്ത ലാംഡ ന്യൂ സിഗ്മ സമ്മിങ് ഓവർ ടി എന്താണ് ലാംഡ സിഗ്മ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഫോർ എക്സാമ്പിൾ നമ്മൾ ആന്റി സിമെട്രിക് ടെൻസർ ആണെങ്കിൽ നമുക്ക് നോക്കാം. ടി ബാർ എന്താണ് 01. നമ്മൾ അടുത്ത ഫ്രെയിമിലേക്ക് പോവാണ്. ഇതെന്ന് പറയുന്നത് നമ്മളുടെ ആദ്യം ഇനീഷ്യൽ ഫ്രെയിം ആണെന്ന് വിചാരിക്കാം. ഇനി നമ്മൾ ട്രാൻസ്ഫോർമേഷൻ റൂൾ പ്രകാരം അടുത്ത ഫ്രെയിമിൽ ട്രാൻസ്ഫോം ചെയ്യേണ്ട റൂൾ ഇതാണ്. ഓക്കെ, സെക്കൻഡ് റാങ്ക് ആന്റി സിമെട്രിക് ടെൻസർ. അങ്ങനെ റൂൾ പ്രകാരം ട്രാൻസ്ഫോം ചെയ്യുകയാണെങ്കിൽ ടി ബാർ 01നെ ട്രാൻസ്ഫോം ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, ലാംഡ ഇത് മ്യൂ ആയിരുന്നു, മ്യൂവിന് പകരം ഇവിടെ എന്താ ഉള്ളത്, 0. അപ്പൊ 0 മാറ്റി, ന്യൂവിന് പകരം ഇവിടെ 1 എഴുതി. പിന്നെ ലാംഡ സിഗ്മ എന്ത് ചെയ്യണം, ടി ലാംഡ സിഗ്മ അത്രയും പ്രാവശ്യം എന്ത് ചെയ്യണം, സം ഓവർ ചെയ്യണം അല്ലെ. അപ്പൊ ലാംഡ 0 to 0, 1, 2, 3 അതുവരെയാണ് നിങ്ങൾക്കറിയാം. 4 ഡയമെൻഷനിൽ നമ്മൾ 0, 1, 2, 3 4 ഇൻഡെക്സ് ആണ്. അതുപോലെ തന്നെ സിഗ്മയും 0, 1, 2, 3 ചെയ്യണം. ഓക്കെ, അങ്ങനെയാണ്. പക്ഷെ നമുക്ക് ഭാഗ്യമുണ്ട്, നമ്മൾ എന്താ പറയാ, നമുക്ക് പല ലാംഡ 0 അല്ല ലാംഡ 0 എന്താ പറയാ, ഈ മെട്രിക്സ് നോക്കിക്കഴിഞ്ഞാൽ ഈ മെട്രിക്സ് നോക്കി, ഇത് ലാംഡ 00, ഇത് ലാംഡ 01, ഇത് ലാംഡ 02, അതൊക്കെ എന്താണ് 0 ആണ്. അപ്പൊ കുറെ കമ്പോണൻസ് 0 ആയിക്കോളും. അതേപോലെ തന്നെ ആന്റി സിമെട്രിക് ടെൻസറിന്റെ എന്താണ് ഡയഗണൽ എലിമെന്റ്സും 0 ആണ്. അപ്പൊ നമ്മൾ ഈ സം ഓവർ ചെയ്യുമ്പോൾ കുറെ കമ്പോണൻസ് എന്തായി മാറും, 0 ആയിട്ട്. ഇത് ഒരൊറ്റ എക്സാമ്പിൾ പറയാണ്. ഇത് നോക്കാം, ലാംഡ 00 ഒന്ന് ലാംഡയ്ക്ക് സം ഓവർ ചെയ്യാം. ഇപ്പൊ ലാംഡ 1 സിഗ്മ എന്താണ് 0 ആയിട്ടുള്ള ഒരു കേസ്, സിഗ്മ 0 എല്ലാ കോമ്പിനേഷനും എഴുതണം കേട്ടോ. അപ്പൊ നമ്മൾ ഇത് T00 കാരണം ലാംഡയും സിഗ്മയും 00 ആണ്. അടുത്തത് എന്താണ് ലാംഡ 00 തന്നെ വെച്ചിട്ടുണ്ട്. ഇത് മാറ്റാണ് 1 B01, ഇത് 1 ആക്കി. പിന്നെ എന്ത് മാറ്റിയിട്ടുണ്ട്, പിന്നെ നമ്മൾ ബാക്കിയുള്ളതൊക്കെ 0 ആയി പോയിട്ടുണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് അടുത്ത കോമ്പിനേഷൻ ഒക്കെ എഴുതി നോക്കാം. ഓക്കെ, ലാംഡ 00 വെച്ചിട്ട് ലാംഡ 1 പകരം ലാംഡ 12 നോക്കാം, ലാംഡ 13 നോക്കാം. പക്ഷെ അത് ചിലപ്പോൾ കമ്പോണൻസ് എന്ത് ചെയ്തിട്ടുണ്ടാവും, ലാംഡ 1, 2 ഒക്കെ എന്താണ് ലാംഡ 1, 2 എന്ന് പറയുന്നത് ഏതാ വരിക, അതെന്തായിട്ടുണ്ടാവും 0 ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ആ 0 ആവുന്ന കമ്പോണൻസ് അല്ലാതെ ബാക്കിയുള്ള കമ്പോണൻസ് മാത്രം സമ്മേൽ നിങ്ങൾ ചെയ്ത് നോക്കാതെ ശരിയാവില്ല. ഓക്കെ, ചെയ്ത് നോക്കിയിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ പറയാം. On the other hand, D00 is equal to T11 is equal to 0. അപ്പോൾ നമുക്ക് എന്താണ്
അതും നമുക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞാൽ T01 is equal to എന്താണ് മൈനസ് T10. അപ്പൊ T10 ഉള്ളെടുക്കാൻ നമുക്ക് മൈനസ് T01 കൊടുക്കാം. അപ്പൊ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക ഇതാണ്. ഓക്കെ, ഈ ഒരു എക്സ്പ്രഷൻ ആണ് ഫസ്റ്റ് T⁻01 ട്രാൻസ്ഫോം ചെയ്യുന്ന കേസ്. അതിൽ നമുക്ക് ഇനി പിന്നെ ലാസ്റ്റ് ഇതിലുള്ള സ്റ്റെപ്പിൽ ഇതിനും എന്താ λ00ക്കും λ11നും എന്ത് ചെയ്യാം, നമുക്ക് വാല്യൂ കൊടുക്കാം. നമ്മളുടെ മാട്രിക്സിൽ നോക്കിയാൽ മതി. നിങ്ങൾ λ00 ഗാമയായിരുന്നു, λ11 എന്തായിരുന്നു ഗാമയായിരുന്നു അല്ലേ. അപ്പം നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, നിങ്ങൾക്ക് അതുപോലെ തന്നെ λ01 ഗാമ ബീറ്റ ആയിരിക്കും, മറ്റേത് മൈനസ് ഗാമ ബീറ്റ ആയിരിക്കും. നിങ്ങൾ നോക്കാം മാട്രിക്സിലുള്ള എലിമെന്റ്സ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗാമ സ്ക്വയർ മൈനസ് ഗാമ ബീറ്റ സ്ക്വയർ കിട്ടും. അതിൽ നിന്ന് എന്ത് കിട്ടും, ഗാമ സ്ക്വയർ ഔട്ട് സൈഡ് എടുക്കുക, ഗാമ സ്ക്വയർ ഇൻറ്റു 1 മൈനസ് ബീറ്റ സ്ക്വയർ കിട്ടും. ബീറ്റ ഓൾറെഡി നിങ്ങൾക്കറിയാം b/c ആണ്. അപ്പോൾ അത് 1 മൈനസ് b/c ഹോൾ സ്ക്വയർ കിട്ടും. അത് ഓൾറെഡി ഗാമയാണ്. അപ്പോൾ ഗാമ സ്ക്വയർ മൈനസ് എന്താ കിട്ടാം, ഓക്കെ, ഗാമ സ്ക്വയർ മൈനസ് ഗാമ ബീറ്റ സ്ക്വയർ കിട്ടും. അപ്പോൾ ഇതെന്ത് കിട്ടും, നിങ്ങൾ ഇത് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ബീറ്റയ്ക്ക് എന്ത് കൊടുക്കണം, ബീറ്റ ഇസ് ഈക്വൽ ടു b/c സ്ക്വയർ ആണ്. ഗാമ ഇൻറ്റു ബീറ്റ കൊടുത്തിട്ട് ചെയ്ത് നോക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഗാമ ഇസ് ഈക്വൽ ടു എന്തായിരുന്നു 1/√1 മൈനസ് b സ്ക്വയർ ബൈ c സ്ക്വയർ ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 1 ആയിട്ട് കിട്ടും. ഓക്കെ, D01 is equal to T01. അപ്പോൾ ഇതിന്റെ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് T01. സിമിലർലി നിങ്ങൾ എല്ലാ കമ്പോണൻറ്റും എന്ത് ചെയ്യണം, നമ്മളുടെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള 6 കമ്പോണൻറ്റും എന്ത് ചെയ്യണം, ട്രാൻസ്ഫോം ചെയ്യണം. ഇത് ഞാൻ അസൈൻമെന്റ് ആയിട്ട് തരാണ്, സബ്മിറ്റ് ചെയ്യണം, ഓരോരുത്തരും സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, അത് സബ്മിറ്റ് ചെയ്തേ പറ്റുള്ളൂ, കാരണം നിങ്ങൾ തന്നെ അത് ചെയ്ത് കണ്ടുപിടിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. These are precisely the rules we obtained on physical grounds for the electromagnetic field. Okay. In fact, we can construct the filter. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടുന്ന ട്രാൻസ്ഫോർമേഷൻ റൂള്, ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ. ഏതിന്, സെക്കൻഡ് റാങ്ക് ആൻറ്റി സിമെട്രിക് ടെൻസറിന്റെ ട്രാൻസ്ഫോർമേഷൻ റൂൾ. ഇനി നമ്മളുടെ കമ്പോണൻറ്റുമായിട്ട് എന്ത് ചെയ്യാം, നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. പോട്ടെ, ഈ T01 പകരം ഞാൻ ടി മാറ്റിയിട്ട് എഫ് കൊടുക്കുകയാണ്, ഫീൽഡ് എന്ന് കാണിക്കുന്ന എഫ് കൊടുക്കുകയാണ്. എഫ് ടി മ്യൂന്യൂന് പകരം എഫ് മ്യൂന്യൂ എന്ന് കൊടുക്കുകയാണ്. അതിൻ്റെ T01 T02 T03 എന്നുള്ള ഇതിന് പകരം F01 F02 F03, F01 EX/c ആയിട്ട് കൊടുക്കുക, F02 ഞാൻ EY/c കൊടുക്കുക, F03 EZ/c കൊടുക്കുക. അതേപോലെ F12 എന്താണ് BZ കൊടുക്കുക, F31 BY കൊടുക്കുക, F23 എന്ത് കൊടുക്കുക, BX കൊടുക്കുക. ഓക്കെ, നമ്മളിവിടെ കിട്ടിയത് ഇവിടെ T01 T02 എന്നുള്ളത്. ഓക്കെ, അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് ആ മെട്രിക്സ് ഞാൻ ആ കമ്പോണൻസ് വെച്ചിട്ട് ഈ ആൻറ്റി സിമെട്രിക് സെക്കൻഡ് റാങ്ക് ടെൻസറിലുള്ള എലിമെന്റ്സ് എഴുതി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും. ഓക്കെ, F00 ആയിട്ട്, ഓക്കെ, ആൻറ്റി സിമെട്രിക് ആണ്. പിന്നെ ഞാൻ കൊടുത്തിരിക്കുന്ന F01 EX/c EY/c EZ/c മൈനസ് EX/c മൈനസ് ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നൊന്നും മാത്രമേ ഉള്ളൂ. ഓക്കെ, BZ മൈനസ് BY ഇവിടെ മൈനസ് BZ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വേറെ ഒന്നും ചെയ്യുന്നില്ല. നമ്മളുടെ ആൻറ്റി സിമെട്രിക് ടെൻസർ സെക്കൻഡ് റാങ്ക് ടെൻസറിലേക്ക് നമ്മൾ ഇതിവിടെ കൊടുത്തിരിക്കുന്ന വാല്യൂസ് ജസ്റ്റ് എടുത്ത് എഴുതുന്നു എന്നല്ല. അങ്ങനെയാണെങ്കിൽ this relativity, see, these are precisely the rules we obtained on physical grounds for the electromagnetic fields. ഈ ഒരു റൂള്, ഇത് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ ആണ്. ആ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ, അതായത് ഞാൻ ആദ്യം ഇത് തുടങ്ങുമ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ, റൈറ്റ്? ഈ ഇക്വേഷനായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കാം. ഓക്കെ, കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ കാണാൻ പറ്റുക, അതേ ഈ ഇക്വേഷൻ, ഈ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മളുടെ ഈ നമ്മൾ എടുത്തിരുന്ന ടി മ്യൂന്യൂ എന്ന് പറയുന്ന ആൻറ്റി സിമെട്രിക് ടെൻസർ എന്ത് ചെയ്യുന്നത്, ഫോളോ ചെയ്യും. അപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് ഇത് നമ്മൾ നേരത്തെ കണ്ടത് എന്താണ്, ഒരു
സെക്കൻഡ് റാങ്ക് ആൻറ്റി സിമെട്രിക് ടെൻസർ ട്രാൻസ്ഫോം ചെയ്യുന്ന അതേ റൂൾ തന്നെയാണ് നമ്മളുടെ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഒരു ഫ്രെയിമിൽ നിന്ന് വേറൊരു ഫ്രെയിമിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ ട്രാൻസ്ഫോം ചെയ്യുന്ന അതേ റൂൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ രണ്ടിൻ്റെയും ആ റൂള് സെയിം ആണ്, ഇക്വേഷൻ സെയിം ആണ്. ഇവിടെ ഞാൻ വെറുതെ മാറ്റിയിരുന്നല്ലോ, T01 ഞാൻ T01 F01 കൊടുത്ത്. അപ്പോൾ എനിക്ക് എന്ത് മനസ്സിലായി, ആ EX EY EZ എന്നുള്ള കമ്പോണൻസ് ഇവിടെ നമ്മളൊരു കോൺസ്റ്റന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്തു എന്നല്ലേ, EX/C. ആ കമ്പോണൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കമ്പോണൻസ് ഓഫ് സം ആന്റി സിമെട്രിക് സെക്കൻഡ് റാങ്ക് ടെൻസർ ആണ് ഇൻ 4 ഡയമെൻഷൻ. ആ ടെൻസറിനെ വിളിക്കുന്ന പേരാണ് ഫീൽഡ് ടെൻസർ. F(mu) എന്ന് പറയുന്ന ഫീൽഡ് ടെൻസർ. ഓക്കെ, അപ്പൊ ഈ ഫീൽഡ് ടെൻസർ നമ്മൾ ഇനിയിപ്പോ T(mu) ഒന്നുമില്ല, F(mu) എന്ന് പറയുന്ന ഫീൽഡ് ടെൻസർ എക്സ്പ്രസ് ചെയ്താൽ, ഇത് എപ്പോഴും ഓർമ്മ വേണം, ഇത് എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പം എക്സ്പ്രസ് ചെയ്താൽ ഇങ്ങനെയായിരിക്കും ഉള്ളതെന്നുള്ളതാണ്. ഓക്കെ, thus relativity completes the job begun by Oersted, combining the electric and magnetic fields into a single entity F(mu). അപ്പോൾ ഈ റിലേറ്റിവിറ്റി കേസ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡ് ഒന്നും സെപ്പറേറ്റ് അല്ല, സെപ്പറേറ്റ് വെക്ടർ എന്ന് പറയാൻ പറ്റില്ല. ഇതൊരു സിംഗിൾ എൻറ്റൈറ്റിയുടെ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഫിസിക്കൽ എൻറ്റൈറ്റിയുടെ ഡിഫറെൻറ്റ് കമ്പോണൻസ് ആണ്. ആ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിനെയാണ് ഞാൻ എന്ത് പറയുന്നത്, ഫീൽഡ് ടെൻസർ. അവിടെ എല്ലാം വന്നു, ഫീൽഡും ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള റിലേഷനും റിലേഷൻ അല്ല, അവർ തമ്മിലുള്ള ട്രാൻസ്ഫോർമേഷൻ ഒന്നിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ള കാര്യം ഒക്കെ ഒരു സിംഗിൾ ഒരു ക്വാണ്ടിറ്റി ഫീൽഡ് ടെൻസർ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. Okay, if you followed that argument with the explicit care, you may have noticed that there was a different way of embedding E and B in an anti-symmetric sense. ഇപ്പൊ ഞാൻ ഒരു മെത്തേഡ് ഇത് കൊടുത്തത് ഇതിന്റെ കമ്പോണൻസിന് F01 EX/C F. അപ്പൊ ഞാൻ ഇത് ആദ്യം ഇലക്ട്രിക് ഫീൽഡിന്റെ കമ്പോണന്റ് എഴുതിയിരുന്നു. ഇനി ഞാൻ എഴുതാൻ പോകുന്നത്, എനിക്ക് ആദ്യം മാഗ്നറ്റിക് ഫീൽഡ് എടുക്കാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ BX BY BZ എന്നുള്ള രീതിയിൽ എനിക്ക് എന്ത് കൊടുക്കാൻ പറ്റും, ഈ കമ്പോണൻസ് കൊടുക്കാൻ പറ്റും. ഓക്കെ, F01 F02 F03 എന്നുള്ളത് BX BY BZ കൊടുക്കാം. ആ സമയത്ത് കൊടുക്കുമ്പം എന്താണ്, ഇവിടെ ആന്റിസിമെട്രിക് ആണ്, -BX BY BZ വേണം. ഇവിടെ എന്ത് കൊടുക്കണം, സെറ്റ് കമ്പോണന്റ്. പിന്നെയുള്ളത് നമുക്ക് ആന്റിസിമെട്രിക് ടെൻസറിൽ ഡിസ്റ്റിങ്ക്റ്റ് കമ്പോണൻസ് ഡിസ്റ്റിങ്ക്റ്റ് ആവണമെന്നേ ഉള്ളൂ. ഓക്കെ, പിന്നെ അത് ടെൻസർ എന്തായിരിക്കണം, ആന്റിസിമെട്രിക് ആണ്. അപ്പൊ നിങ്ങൾക്ക് ആ കമ്പോണൻസ് വെച്ചിട്ട് പല രീതിയിലുള്ള കോമ്പിനേഷൻ നിങ്ങൾക്ക് നോക്കാം. അപ്പൊ ഈ രീതിയിൽ ഞാൻ എഴുതി കഴിഞ്ഞാലും എനിക്ക് ഇറ്റ്സ് വേറൊരു ആന്റിസിമെട്രിക് ടെൻസർ ആണ്. പക്ഷെ നമ്മളുടെ ഫീൽഡ് ടെൻസർ F(mu) പറയുന്ന എല്ലാ കാര്യങ്ങളും ഈ ടെൻസറിലും ഇൻക്ലൂഡഡ് ആണ്. അതിന്റെ BX BY BZ കമ്പോണന്റ് ആ എലിമെന്റിന്റെ സ്ഥാനം മാറ്റിയെന്നേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ അതിന്റെ ട്രാൻസ്ഫോർമേഷൻ E/C ബിന്നും ബിന്ന് എന്തും കൊടുക്കാം, -E/C എന്നും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഈ ട്രാൻസ്ഫോർമേഷൻ കിട്ടും. ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഈ ടെൻസർ കിട്ടും. ഈ ടെൻസറിനെ പറയുന്നതാണ് G(mu) എന്ന് വെച്ചാൽ ഡ്യുവൽ ടെൻസർ എന്നാണ് പറയുന്നത്. ഓക്കെ, we could relate the first way എന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് മാറ്റാം. അങ്ങനെയാണെങ്കിൽ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഡ്യുവൽ ടെൻസറും കൂടെ കിട്ടും. ഈ ഡ്യുവൽ ടെൻസർ F(mu) പോലെ തന്നെയാണ്, അതിന്റെ അതേ പ്രോപ്പർട്ടി തന്നെയാണ്. G(mu) can be obtained directly from F(mu) by the substitution. E/C എന്ത് കൊടുക്കുക, അതായത് EX/C ആണെങ്കിൽ ഇതിന്റെ BX, EY/C വരുന്നെടുക്കുക BY കൊടുക്കുക, EZ/C വരുന്നെടുക്കുക BZ കൊടുക്കുക. ഇനി ബിയുടെ വരുമ്പോഴോ BX വരുന്നെടുക്കുക എന്ത് കൊടുക്കുക, -EX/C കൊടുക്കുക. അപ്പൊ ആ ഒരു ഇക്വേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ആന്റിസിമെട്രിക് ടെൻസർ കിട്ടും. സെയിം റോൾ തന്നെയാണ്. ഓക്കെ, G(mu) എന്ന് പറയുന്നത് അതിന് നമ്മൾ ഡ്യുവൽ ടെൻസർ എന്ന് പറയും. ഓക്കെ, ഓക്കെ, അപ്പൊ ഞാൻ ഈ ഒരു സെക്ഷനിൽ ഇത് വെച്ച് ഞാൻ അവസാനിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. നമുക്ക് നമ്മളുടെ
ട്രാൻസ്ഫോർമേഷൻ റൂൾ, നമ്മളുടെ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഒരു ഫ്രെയിമിന്, ഒരു ഇനീഷ്യൽ ഫ്രെയിമിൽ നിന്ന് വേറൊരു ഇനീഷ്യൽ ഫ്രെയിമിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നത് ഏതുപോലെയാണ്? ഒരു സെക്കൻഡ് റാങ്ക് ആന്റി സിമെട്രിക് ടെൻസർ ആണ്. ആ ആന്റി സിമെട്രിക് ടെൻസർ ആണ് ഇത് ഫീൽഡ് ടെൻസർ എന്ന് പറയുന്നത്. അതിന്റെ കമ്പോണൻസ് ഇതാണ്. ഓക്കെ, ഈ കമ്പോണൻസ് ആണെങ്കിൽ ഇത് ഇനി നിങ്ങളോട് ചോദിക്കുക എഫ് ബാർ മ്യൂ ന്യൂ എന്താണെന്ന് ചോദിക്കും. ചിലപ്പോൾ പ്രോബ്ലം ചോദിക്കും. എഫ് ബാർ മ്യൂ ന്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഫ്രെയിമിൽ നിന്ന് അടുത്ത ഫ്രെയിമിലേക്ക് എന്ത് ചെയ്യുന്നത്? ട്രാൻസ്ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? അപ്പൊ നമ്മൾ നേരത്തെ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നേരത്തെ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ കണ്ടുപിടിച്ചത് കൊണ്ട് ആ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത ഫ്രെയിമിലേക്ക് കിട്ടും. എഫ് ബാർ മ്യൂ ന്യൂ ഈക്വൽ ടു നമ്മൾ ലാംഡ ന്യൂ സിഗ്മ ലാംഡ പിന്നെന്താ ലാംഡ ന്യൂ മ്യൂ സിഗ്മ സം ഓവർ ടിക്ക് പകരം ഇവിടെ എന്ത് വരും? എഫ് എന്ത് വരും? സിഗ്മ ലാംഡ എന്നുള്ള രീതിയിൽ വരും. ഓക്കെ, ആ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ട്രാൻസ്ഫോർമേഷൻ കിട്ടും. അത് തന്നെയാണ് നമ്മൾ ഓൾറെഡി ഒബ്റ്റെയിൻ ചെയ്തത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒബ്റ്റെയിൻ ചെയ്യുന്ന ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ എന്നാണ് നമുക്കിതൊരു സെക്കൻഡ് റാങ്ക് എന്താണ് സെക്കൻഡ് റാങ്ക് ആന്റി സിമെട്രിക് ടെൻസർ ആണ്. അതിന്റെ ഫീൽഡ് ടെൻസർ ആണ്. അതിന്റെ ഡ്യുവൽ ടെൻസർ നിങ്ങൾ പഠിക്കുക. ഈ രണ്ട് ടെൻസർ എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ വേണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ, അപ്പോൾ നമുക്ക് ഇനി ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡ് ഒന്നുമില്ല. നമുക്ക് ആരേ ഉള്ളൂ ഇനി അങ്ങോട്ട്? ഫീൽഡ് ടെൻസർ മാത്രമേ ഉള്ളൂ. അതിലെല്ലാം വരും. ഫീൽഡ് ടെൻസർ വെച്ചിട്ട് നമ്മൾ ഇനി മാക്സ്വെൽസ് ഇക്വേഷൻ എങ്ങനെ എഴുതാം? മാക്സ്വെൽസ് ഇക്വേഷൻ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഇലക്ട്രിക് ഫീൽഡിനുള്ളത് മാഗ്നറ്റിക് ഫീൽഡിനുള്ളത് ഒക്കെയാണ് നമുക്ക്. ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഫീൽഡ് ടെൻസർ, ഇനിയിപ്പോൾ വേറെ ഒന്നും വേണ്ട, നമുക്ക് ഫീൽഡ് ടെൻസർ മതി ഇലക്ട്രിക് ഫീൽഡിനും മാഗ്നറ്റിക് ഫീൽഡിനും പകരം. ഓക്കെ, അത് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഇലക്ട്രോ ഡൈനാമിക്സിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്? കണ്ടിന്യൂറ്റി ഇക്വേഷൻ, അതേപോലെ എന്താ പറയുക, മാക്സ്വെൽസ് ഇക്വേഷൻസ് ഒക്കെ എങ്ങനെ ചെയ്യാം എന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത സെക്ഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.